സ്മൈൽ പ്ലീസ്. ഒരു പോസ് പോലും തരാത്ത എൻ്റെ അമ്മ. ഇനി വീഡിയോയ്ക്ക് ചിരിക്കാൻ വേണ്ടി പലതരം ചിരികൾ ട്രൈ ചെയ്യുന്ന ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ അമ്മ. ഇനി അല്പം ഉരുട്ടിക്കേറ്റൽ ആയാലോ? ഭാരം തൂക്കി ഹൊയ്യാരെ ഹൊയ്യാരെ ഹോ ഹോയ് പാടി നടക്കുന്ന ഞാനും പാപ്പുവും. ഹലോ ഗൈസ്, വെൽക്കം വൺസ് അഗെയിൻ ടു മൈ ചാനൽ. അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനി നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും ഇനി അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു 8-9 മണിയായിട്ടോ വീടെത്താൻ. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പോത്ത് പോലെ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ 9 മണിക്ക് എണീറ്റ് പിന്നെ നൂഡിൽസൊക്കെ കഴിച്ചു. ഇതാ നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ബാങ്ക് കാര്യം പ്ലസ് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ഇനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് റെഡിയായി. നമ്മുടെ സൂര്യൻ ചേട്ടൻ എന്താ പറയുക ഉദിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് മെല്ലെ പർച്ചേസിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നട്ടപ്പറ വെയിലാണ് ഗൈസ്. ഞങ്ങൾ വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ കിട്ടുന്നുണ്ടോ. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഭയങ്കര വെയിലുണ്ട്, ഭയങ്കര ചൂട്. മൈസൂരത്തെ ക്ലൈമറ്റ് പോലെ അല്ല കേട്ടോ, നാട്ടിൽ ഭയങ്കര വെയിലുണ്ട്. സ്മൈൽ പ്ലീസ്. അപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടൻ അങ്ങനെ ബാങ്കിൽ നിർത്തി തന്നു. ഫസ്റ്റ് നമ്മൾ ബാങ്കിലാണ് പോയത്. ഭയങ്കര എന്നെ ഒരാൾ എടുത്തു പൊക്കി അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ നടത്തം. കാരണം അത്രയും ക്ഷീണിച്ച് നമ്മൾ വീക്കായിരുന്നു കേട്ടോ. ബാങ്കിൻ്റെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. ഇതെൻ്റെ വെറും പട്ടി ഡോഗ് ഷോ ആയിരുന്നു കേട്ടോ. ഈ ഫേസ് വാഷ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല, വെറുതെ എന്താ പറയുക ഇത് ഈ വീഡിയോയിൽ അങ്ങ് കിടക്കട്ടെ എന്ന്, ഒരു വെയിറ്റിന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാപ്പുവിനെ കൊണ്ട് എടുപ്പിച്ചതായിരുന്നു. പിന്നെ ഞാൻ പലതരം ചിരികൾ ട്രൈ ചെയ്യായിരുന്നു ഗൈസ്. അമ്മ ബാക്കിൽ ബിസി ആയിരുന്നു ഷോപ്പിംഗ്. ഞാനാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള രീതിയിലായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങി ഞാനും പാപ്പും കൂടെ ബാഗും തൂക്കി ഹൊയ്യാരെ ഹൊയ്യാരെ ഹോ ഹോ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പം അമ്മ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അമ്മ ചിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് എന്താ സംഭവം, ഓ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ നടന്നു പോയി. പിന്നെ ഇത്രയും എടുത്ത് ക്ഷീണിച്ചല്ല ഗൈസ്, ഇനി വല്ലതും കഴിക്കണ്ടേ, വല്ലതും ഞണ്ണണ്ടേ നമുക്ക്. പിന്നെ നമ്മൾ നേരെ മിൽമ ബൂത്തിലേക്ക് പോയി. ഈ ചേട്ടൻ്റെ ഉഴുന്നുവട, പരിപ്പുവട, കള്ളപ്പം, ഉണ്ണിയപ്പം, സമോസയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സമോസയും ഉഴുന്നുവടയും കള്ളപ്പമാണ് വാങ്ങിയത്. കള്ളപ്പം ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു പീസ് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഒരു പീസ് വാങ്ങി. പിന്നെ ഇതാ എൻ്റെ അമ്മയെ നോക്കൂ ഗൈസ്, ഫുൾ സൺ പ്രൊട്ടക്ഷൻ ആൾ. സൂര്യൻ ചേട്ടനിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ അതൊക്കെ ആൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ കഴിച്ചു കള്ളപ്പ. ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ സൂപ്പറാന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ ഞാൻ ഭയങ്കര ആധികാരികമായി കുക്കിങ്ങിനെ കുറിച്ച് അറിയാവുന്ന രീതിയിൽ ആ ചേട്ടനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെ നിങ്ങൾ വേവിച്ചെടുക്കുകയാണോ ചെയ്യുക ചേട്ടാ. അപ്പോൾ അതേ വേവിച്ചോ. ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര മാസ്റ്റർ ഷെഫ് എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ആ ചേട്ടനോട് ഓരോ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു നമ്മൾ നേരെ വെജിറ്റബിൾ ഷോപ്പിലേക്ക് വിട്ടു. കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. അത്യാവശ്യം വേണ്ട മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മൾ അധികം ദിവസം ഇവിടെ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പം എന്താ ഉള്ളി, തക്കാളി, പച്ചമുളക്, പയർ, അമ്മയ്ക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ അവിടെ മാരക തെരച്ചിലായിരുന്നു. ഞാനാണെങ്കിൽ തേരാപ്പാരാന്ന് അവിടെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മളിപ്പോൾ പശുവാണ് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ഹെൽത്തിൻ്റെ പാത സ്വീകരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. അപ്പം പർച്ചേസ് എല്ലാം കഴിഞ്ഞു, ബാങ്കിൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ വീട്ടിൽ ഒരു പശു വരുന്നു. പശു ഗൈസ്, ബാക്കിലൊരു പശു. ഓക്കെ, ഭാഗ്യം കുത്തിയില്ല. അപ്പം ഇനി വീടെത്തിയിട്ട് കാണാം. ഫൈനലി അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ഗൈസ്. ഭയങ്കര ചൂട് കേട്ടോ. മൈസൂരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചൂടും ഒട്ടലൊക്കെ ഇവിടെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗ് ഫ്രം കേരള അല്ലെങ്കിൽ എൻ്റെ നാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൾ സൂൺ അഗെയിൻ. ബൈ.